So in the last class, we have discussed the Henry's law and the applications of Henry's law. Now we have to discuss some problems about Henry's law, and that we will discuss later. The next topic is dilute solutions and colligative properties. So today we are going to discuss dilute solutions and colligative properties. These colligative property you have studied in plus 2 classes. Just a continuation of that. Just only one colligative property is discussed here. And this, what is a dilute solution? And a dilute solution is a solution in which the concentration of solute is very low, and such solutions are dilute solutions. Then colligative properties use. These are properties of usually dilute solutions. The properties in colligative properties. Our solute the solute must be a non-volatile solute and the solvent is a volatile solvent. Three conditions and colligative properties. Properties of dilute solutions which depend only on the number of solute particles and are independent of the amount of solvent and or natural solvent and not in any way upon the nature of the solute particles are called the colligative properties. These properties depends only on the number of particles of solute. Such properties are lowering of vapor pressure, elevation of boiling point, depression in freezing point, and osmotic pressure are the four colligative properties. All colligative properties are directly proportional to each other and also to be mole fraction of the solute in solution. And the measurement of these colligative properties are very important because they help in the determination of molar masses of solute in the evaluation of a number of important thermodynamic properties. ഇനി നമുക്ക് അതിൽ ആകെപ്പാട് ഓസ്മോട്ടിക് പ്രഷർ ആകെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ജീൻ ആന്റോണി നോളറ്റ് അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ എക്സ്പെരിമെന്റ്. അതായത് ഒരു അനിമൽ ബ്ലാഡർ വൈൻ കൊണ്ട് നിറച്ചിട്ട് ഇറ്റ് കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് വാട്ടർ entered the bladder causing it to expand and burst. പൊട്ടിപ്പോയി ആനിമൽ ബ്ലാഡർ. അതിൽ നിന്ന് മനസ്സിലായി ഇതിൽ നിന്നും ഉള്ളിലേക്ക് വാട്ടർ എൻട്രി ചെയ്തു എന്നുള്ളത്, ബ്ലാഡറിന്റെ അകത്തേക്ക്. ആൻഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻസിൽ കൂടെയാണ് ഇങ്ങനെയുള്ള ഫ്ലോസ് സാധാരണ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആനിമൽ ബ്ലാഡർ, പിന്നെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലൊരു മെംബ്രെയിൻ കാണാലോ, ആ തോടിന്റെയും ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ഇടയിൽ, അതൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. എ മെംബ്രെയിൻ വിച്ച് അലൗസ് ഓൺലി സോൾവെന്റ് മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ് ബട്ട് നോട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സച്ച് എ മെംബ്രെയിൻ എല്ലാ പാർട്ടിക്കിൾസിനെയും പാസ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു പാർട്ടിക്കിൾ സൈസിന്റെ താഴെയുള്ള പാർട്ടിക്കിൾസിനെ മാത്രം പാസ് ചെയ്യാൻ മാത്രം അനുവദിക്കുന്ന മെംബ്രെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയാം. എക്സ് മെംബ്രെയിൻ, പിഗ്സ്, ബ്ലാഡർ ഒക്കെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യാം. കിഡ്നി അല്ല നമ്മളെ ബ്ലഡ് ഒക്കെ എടുത്ത് ഡയാലിസിസ് ചെയ്യുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻസ് വെച്ചിട്ടാണ്. It is a semi-permeable membrane prepared by depositing copper ferrocyanide or calcium phosphate in walls of porous pots are nowadays extensively used. Copper ferrocyanide അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് നോട്ട് ചെയ്യണം കേട്ടോ. കോപ്പർ ഫെറോസൈനൈഡ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻസും അവൈലബിൾ ആണ്. ഇനി എന്താണ് ഓസ്മോസിസ് നോക്കാം. ഓസ്മോസിസ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ
The solvent molecules through a semi-permeable membrane into a solution. കാരണം സൊല്യൂഷനിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കുറവും പ്യൂർ സോൾവെന്റിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുമായതുകൊണ്ട് solvent will flow from solution to pure solvent to solution. This flow is called osmosis. A net spontaneous flow of solvent molecules through a semi-permeable membrane from pure solvent into a solution, or from a less concentrated solution to a more concentrated solution, is called osmosis. And the phenomenon of osmosis can easily be demonstrated. The mouth of the thistle funnel, thistle funnel, and that is inverted, covered tightly with a pig's bladder, a semi-permeable membrane, and it is inverted and partially filled with the sugar solution. എന്നിട്ട് ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഒരു വെള്ളം നിറച്ച ഒരു ബീക്കറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കും. അതായത് ഒരു തിസിൽ ഫണൽ, അതിന്റെ വെറുതെ ഒരു ഫണൽ എന്ന് വിചാരിച്ചാലും മതി. അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യാണ്, നമ്മൾ പിഗ്സ് ബ്ലാഡർ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ടുള്ള ഒരു ബീക്കറിനകത്തേക്ക് ഇറക്കി വെക്കുക. ആൻഡ് ഇറക്കി വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഫില്ല് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ അതിൽ ഷുഗർ സൊല്യൂഷൻ നിറച്ചു. ദ ലെവൽ ഓഫ് സൊല്യൂഷൻ ഈസ് ഗ്രാജുവലി റൈസസ്. അങ്ങനെ നിറച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ തിസിൽ ഫണലിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഫണലിന്റെ അകത്തുള്ള ലെവൽ ഓഫ് സൊല്യൂഷൻ ഗ്രാജുവലി റൈസ് ചെയ്യാൻ തുടങ്ങും. ദിസ് കണ്ടിന്യൂസ് until excess hydraulic pressure is developed in the solution and it is sufficient to stop osmosis. This excess pressure is equal to osmotic pressure of the solution. Excess pressure neയാണ് osmotic pressure എന്ന് പറയാം. So osmotic pressure at a given temperature is the minimum excess pressure that must be applied to a solution. അപ്പൊ നമ്മൾ എങ്ങനെ പറയാന്ന്, ഈ ഓസ്മോസിസ് നടക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ സോൾവെന്റ് മോളിക്യൂൾസിന് വേണമെങ്കിൽ സൊല്യൂഷനിലേക്കും പോവാം, സൊല്യൂഷനിൽ നിന്നുള്ള സോൾവെന്റ് മോളിക്യൂളിന് പ്യുവർ സോൾവെന്റിലേക്കും മൂവ് ചെയ്യാം. കാരണം സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇത് ഈ രണ്ട് മൂവ്മെന്റിനെയും സഹായിക്കും, അല്ലെങ്കിൽ അതിന് സാധിക്കും. പക്ഷെ ഈ രണ്ട് മൂവ്മെന്റും നടന്നിട്ട് ആ രണ്ട് മൂവ്മെന്റിന്റെയും കൂടി ഫ്ലോ ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ, ഫ്ലോ ഇൻ ടു ദ സൊല്യൂഷൻ, ഇത് രണ്ടും നടന്നു കഴിഞ്ഞിട്ട് ഒരു ഈക്വിലിബ്രിയം റീച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഓസ്മോസിസ് നടന്ന് ഇതിലെ ഈ തിസിൽ ഫണലിലെ ലെവൽ ഓഫ് സൊല്യൂഷൻ ഒക്കെ ഒന്ന് കൂടി ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പം എന്ത് ചെയ്യും, അത് അവിടെ റൈസ് ചെയ്യൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് അവിടെ ഒരു ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇനി സോൾവെന്റിൽ നിന്നും പ്യുവർ സൊല്യൂഷനിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്യാതെ, and that process, that pressure which prevents the further osmosis is called osmotic pressure. The osmotic pressure of a solution at a given temperature is the minimum excess pressure that must be applied. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഇതിപ്പോ ഇവിടെ എന്താണ്, സൊല്യൂഷൻ തന്നെ ആ പ്രഷർ അപ്ലൈ ചെയ്തു, കൂടുതൽ സോൾവെന്റിനെ പ്യുവർ സോൾവെന്റിന് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. നമ്മൾ ആ തിസിൽ ഫണലിന്റെ ആ സൊല്യൂഷന്റെ ലയത്തിന്റെ മുകളിലൊരു പിസ്റ്റൺ ഫിറ്റ് ചെയ്തിട്ട് അതിന് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓസ്മോസിസിനെ, അതായത് പ്യുവർ സോൾവെന്റ് നിന്ന് സൊല്യൂഷനിലേക്ക് ഓസ്മോസിസ് നടക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ അതിനും നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ at a given temperature, osmotic pressure is the minimum excess pressure that must be applied to a solution in order to prevent the entry of solvent molecule into it through a perfectly semi-permeable membrane separating the solvent and the solution. ഇതിനെയാണ് നമ്മൾ ആ എക്സസ് പ്രഷർ എത്രയാണ്, that must be applied to prevent osmosis is called osmotic pressure. Then there are laws of osmotic pressure like Boyle's in gaseous state, Boyle's law, Charles law in
gaseous state, we have laws of osmotic pressure just like that. Boyle's Van Hoff law. First, it is called Boyle-Van Hoff law. So Boyle's law എന്താ? P is inversely proportional to V എന്നല്ലേ? അതുപോലെ ഇവിടെ P ക്ക് പകരം pi. The osmotic pressure is directly proportional to molar concentration. Then at a constant temperature, pi is directly proportional to C, or pi is directly proportional to 1 by V, since concentration is inversely proportional to volume. So pi is inversely proportional to volume. That is Boyle-Van Hoff law. Then Charles Van Hoff law is the concentration remains constant. The osmotic pressure of the solution is directly proportional to Kelvin temperature. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ചാൾസ് ലോ തന്നെയാണ്. അപ്പോൾ osmotic pressure നാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ pi is directly proportional to temperature. Osmotic pressure is directly proportional to temperature. Concentration constant ആണെങ്കിൽ osmotic pressure temperature directly proportional. അതായത് temperature കൂടുമ്പോൾ osmotic pressure കൂടും. Explain expression for osmotic pressure. According to Boyle's law, pi is inversely proportional to volume. According to Charles Van Hoff law, pi is directly proportional to temperature, or pi is directly proportional to T by V. Or appa ee V ne nammal appuratthekku konduvana. Appa pi V is directly proportional to T. Pi V is equal to ST, where S is called the solution constant. നമ്മളൊരു കോൺസ്റ്റന്റ് എടുത്തു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ pi v is equal to NST. And from experimental results, Van Hoff proved that this S has the same value as the universal gas constant R. So the new expression is pi v is equal to nRT. This is known as Van Hoff equation for dilute solutions. അപ്പോൾ Van Hoff equation എങ്ങനെ derive ചെയ്യാം? ആദ്യം Boyle-Van Hoff law. Pi is directly inversely proportional to volume. Boyle-Charles law. Pi is directly proportional to temperature. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇതുപോലെ ചെയ്യും. Pi v is equal to ST എന്ന് കിട്ടും. And pi S has the same value as R, the universal gas constant. So we can write Van Hoff equation as pi v is equal to nRT, or pi is equal to n by v RT, or n by v is C, molar concentration. So pi is equal to CRT. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി അടുത്ത ഒരു ചെറിയ ടോപ്പിക്കും കൂടിയാണ് ഈ ചാപ്റ്ററിൽ. പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ഡിറ്റർമിനേഷൻ, ഈ ബെർക്ലീസ് ആൻഡ് ഹെർട്ട്ലീസ് മെത്തേഡും, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഉള്ള ഒരു ചെറിയ ഇക്വേഷനും കൂടിയുള്ളൂ. നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.